അങ്ങനെ സംസ്കരിക്കപ്പെടാത്തൊരു കൂട്ടം ജനങ്ങളെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലും കാണാനുള്ളത്. സംശയം തോന്നില്ല, ഉറപ്പുള്ള കാര്യ. അതുകൊണ്ട് തന്നെ വിശുദ്ധരെന്ന് നമ്മൾ സംശയിക്കുന്നവരും സംസ്കരണത്തിന് വിധേയമാവുന്നില്ല. ലോകത്ത് അള്ളാഹു പടച്ചതിനൊക്കെ അള്ളാഹു സംസ്കരിക്കുന്നുണ്ട്. സംസ്കരിക്കാത്തതിന് ഉപയോഗിക്കാൻ പറ്റൂല. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നാസു മആദിനു, മനുഷ്യർ ഖനികളാണ്. എങ്ങനത്തെ ഖനി? മആദിനി ദഹബി വൽ ഫില്ല, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനി പോലെയുള്ള ഖനിയാകുന്നു മനുഷ്യൻ. ഖനനം ചെയ്തെടുക്കണം. ഖനനം ചെയ്തെടുത്താൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെ സംസ്കരിക്കണം. സംസ്കരിക്കുന്നതിനനുസരിച്ചാണ് ആ വസ്തുവിന്റെ മൂല്യം കൂടുന്നത്. എങ്ങനെ? കുറച്ച് സംസ്കരിച്ചൊരു സ്വർണ്ണം ഉണ്ടാകും, അതിന് 8 കാരറ്റ്. കുറച്ചുകൂടി സംസ്കരിക്കുമ്പോൾ 22 കാരറ്റ്, അല്ലെ? 18 കാരറ്റ്. സംസ്കരണത്തിന്റെ തോതനുസരിച്ച് കാരറ്റിന് പിന്നെ വ്യത്യാസം അനുഭവപ്പെടുന്നു. അങ്ങനെ ഏറ്റവും അധികം സംസ്കരിക്കപ്പെടുന്ന ആളാണ് ഏറ്റവും മൂല്യമുള്ളവനായി തീരുന്നത്. സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന കപ്പ തൊലി പൊളിക്കുക എന്നൊരു സംസ്കരണം അതിനാവശ്യമില്ലേ? പഴം തൊലി പൊളിക്കണ്ടേ? കഴുകന്റെ ചിലത്. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും അള്ളാഹു സംസ്കരിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. തസ്കിയത്ത് ചെയ്യപ്പെടാത്ത, സംസ്കരിക്കപ്പെടാത്ത, തർബീയത്തിന് വിധേയമാവാത്ത ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു കപ്പ, എന്റെ പറമ്പിലെ കപ്പയാണ്, ഇത് സംസ്കരിക്കേണ്ട ആവശ്യമില്ലാതെ ആർക്കും തിന്നാൻ പറ്റുമോ? പഴം, നെല്ല്, അരി, പച്ചക്കറി, എന്ത് നോക്കിക്കോ. നമ്മൾ ശ്വസിക്കുന്ന വായു തന്നെ സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാവില്ല അതില്. കുടിക്കുന്ന വെള്ളം സംസ്കരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവിനെയും അള്ളാഹു നമുക്ക് സംസ്കരിച്ചിട്ടാ തരുന്നത്. മനുഷ്യനും സംസ്കരിക്കപ്പെടണം. എന്താ മനുഷ്യനെ സംസ്കരിക്കാനുള്ള മാർഗം? സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യതി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ തഫഖഹു, അല്ലെങ്കിൽ ഇദാ ഫഖഹു. രണ്ട് റിവായത്തുണ്ട്. ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഫിൽ ജാഹിലിയ്യതി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജാഹിലിയ്യ കാലഘട്ടത്തിലെ മനുഷ്യർ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവരും നല്ലവർ, ഖൈറായ ആളുകൾ. ഇസ്ലാം മതം സ്വീകരിച്ചാലും ഖൈറായവരാണ്. ഒരു യോഗ്യത അവർക്ക് ഫിഖ്ഹ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ എന്നാണ്. ഫിഖ്ഹ് അത് ഖൽബ് എന്നർത്ഥം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖൽബ് അവർക്കുണ്ട്, പക്ഷേ ഫിഖ്ഹ് ഇല്ല. അത് വേറൊരു സാധനം മനസ്സിലാവുന്നുണ്ട്. ഖൽബ് നോക്കിയാണ്ട് പരിശോധിക്കാറുണ്ട്, വലിയ ഹൃദയമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ പരിശോധിക്കുമ്പോൾ മറ്റേ സാധനം ഉണ്ടാവില്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം. അതുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നത്. സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ആശയതാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. റൂഹിനെ തസ്കിയത്ത് ചെയ്തവൻ ആരോ അവൻ വിജയിച്ചിട്ടുണ്ട്. തസ്കിയത്ത് ചെയ്യപ്പെടുന്നവനും ചെയ്യപ്പെടാത്തവനുണ്ടാകുന്ന ആയത്തിൽ നിന്ന് വ്യക്തമല്ലേ? ഈ തസ്കിയത്ത് നിർവഹിക്കുവാൻ അള്ളാഹു നിർവഹിച്ചു തന്ന മഹാന്മാരായ മശായിഖന്മാരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുറബ്ബികൾ. അവരെ ഫൈലിനെ സാധുക്കളായ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. അവരിൽ ഏറ്റവും ശ്രദ്ധേയനായ, ഏറ്റവും പ്രസിദ്ധനായ ഒരു ശൈഖാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഒരുപാട് ഫന്നുകളിൽ ഒരുപാട് രചനകൾ നടത്തിയ മഹാനാണ്. ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കിതാബുകൾ, എത്രയോ വിഷയങ്ങളിൽ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മഹാനായൊരു മനുഷ്യൻ. പറഞ്ഞവസാനിപ്പിക്കാനാവാത്ത ശ്രേഷ്ഠതകളുണ്ട്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് തസവ്വുഫിലെ മശായിഖന്മാർ എന്ന പാവങ്ങൾ, ഐറ്റങ്ങളൊരു മാലയും പിടിച്ചിങ്ങനെ നടക്കേണ്ട, ഇതൊന്നും അറിയില്ല എന്നാണ്. ചോദിച്ചോ കണ്ട അറിയോന്ന് അറിയണമെങ്കിൽ നമ്മളെ ശൈഖ് തങ്ങള് 30 കൊല്ലം കിതാബ് ഓതിയിട്ടുണ്ട്. 30 കൊല്ലം കാര്യമായി ദർസും നടത്തിയിട്ടുണ്ട്. എല്ലാ ഫന്നിലും അവഗാഹമാണ്. എല്ലാ ഫന്നിലും, എല്ലാ വിഷയത്തിലും വല്ലാത്ത അവഗാഹമായിരുന്നു അവിടത്തേക്ക്. ഭാഷയിലാണെങ്കിലും, മന്ദിക്കിലാണെങ്കിലും, മാരിയിലാണെങ്കിലും, ഫിഖ്ഹിലാണെങ്കിലും, ഹദീസിലാണെങ്കിലും
രചനകിലാണെങ്കിലും തസ്നീഫിനുള്ള കഴിവിലും മൗലാന്റെ ഒരു ബെയ്ത്തിന് പകരം വെക്കാൻ പറ്റിയ ബെയ്ത്ത് കേരളത്തിൽ ആരും എഴുതിയിട്ടില്ല. അത്രയും പ്രയോഗങ്ങളാണ്. മനോഹരമായ ഒറ്റ പദത്തിൽ ഒരുപാട് അർത്ഥങ്ങളെ അവിടുന്ന് സംഗമിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാരൊക്കെയും വലിയ പണ്ഡിതന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ അസ്സിറാത്തുൽ മുസ്തഖീം ഫീ ബയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു കിതാബുണ്ട്. 10-200 വാള്യ. എന്താ വിഷയം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ വിശദീകരണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ കഴിയുള്ളത് അത് എഴുതി തീർക്കണം, അത് പഠിച്ചു തീർക്കണം. എന്തായിരിക്കും അവിടുത്തെ കറാമത്ത്? എല്ലാ ഫന്നിലും, ഫിഖ്ഹിലും, എല്ലാ വിഷയത്തിലും, വൈദ്യശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും ഒക്കെ അവർ കെലിപ്പുറ്റവരായിരുന്നു. അവരുടെ കാലഘട്ടത്തിലെ മറ്റാർക്കുമില്ലാത്തൊരു ഔദാര്യവും ഇൽമും അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അത് മഹാന്മാരായ മശായിഖന്മാരെ പ്രത്യേകതയാണ്. ചിലപ്പോ ഞമ്മക്കൊക്കെ തോന്നും, ഏത് ഞങ്ങൾക്കൊക്കെ മൊയ്യന്മാർക്കൊക്കെ തോന്നുന്നത് അത് ഏതൊരു ദാക്കിർ, അയാളൊരു കീറേ കുപ്പായ ഒരു കള്ളിത്തിന് എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്, എന്താണാവോ? ചിലപ്പോ ഞമ്മക്കൊക്കെ തോന്നും. കാരണം നമ്മളെ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ കാര്യമായിട്ട് മരിക്കേണ്ട താമസമുള്ള സ്വർഗത്തിൽ പോകാന്ന് നിലക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്താ അത് കഥ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അറിവിന്റെ മുമ്പിൽ ഒരു വിനയം വേണ്ടേ? കുറച്ചറിയുന്നവനും ഒരുപാട് അറിയുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ചറിയുന്നവന്റെ പ്രശ്നം എന്താ? അയാൾ ആ പഠിച്ചു വെച്ച് മാത്രമുള്ളൂ നായക്ക് തോന്നും. മൗലാന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലെ തവള. മൗല പറയും, മോനെ പൊട്ടക്കിണറ്റിൽ ചില തവളകളുണ്ട്, ഏറ്റവും അടുത്തേക്ക് പോകരുത് കേട്ടോ. കാരണം തവളയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടക്കിണർ മാത്രമേ ലോകമുള്ളൂ, അതിൽ ഏറ്റവും വലിയ ജീവി തവളയാണ്. തവളക്ക് അങ്ങനെ തോന്നും. പക്ഷേ കടലിൽ ജീവിക്കുന്ന, കടൽക്കരയിൽ ജീവിക്കുന്ന തവള ഉണ്ടാവും. വർഗപരമായ അത് തവള തന്നെയാണ്. ജനിതീയ ഗുണം പരിശോധിച്ചാലും തവളന്റെ തന്നെയാണ്. ജീനും തവളന്റെയാണ്, ന്യൂക്ലിയസും തവളന്റെയാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുണ്ട്, അത് കടൽക്കരയിലാണ്. അപ്പൊ തവളക്കരയാ, ഇത് കടലാണ്. ഇതിൽ കുറെ ജീവികളുണ്ട്. പാവപ്പെട്ട തവളയാ എനിക്ക് കടലിന്റെ അടിയിൽ പോയി പരിശോധിക്കാൻ കഴിയൂല എന്നൊരറിവ് കടൽക്കരയിലെ തവളക്കുണ്ടാവും. കടൽക്കരയിലെ തവളയെ കൊണ്ട് അപകടമില്ല, പക്ഷേ പൊട്ടക്കിണറ്റിലെ തവളകൾ അപകടം സൃഷ്ടിക്കാറുണ്ട്. അതാണ് ഈ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും അടിപിടിയും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. ഉൾക്കൊള്ളാൻ കഴിയണില്ല, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ കഴിയണില്ല, മനസ്സ് വിശാലമല്ല. എന്തൊരു കുടിസാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളോട് തുറന്നു പറയാം, ഇവിടെ നമ്മളൊറ്റക്കുള്ള സദസ്സാണല്ലോ, തുറന്നു പറയാം. എന്തൊരു കുടിസായ ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ. ഹൃദയം തുറന്നു വിടണേയില്ല. ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാത്ത ഒരാളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എന്താണത്? എത്ര കുടിസാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്? എത്ര മൂലയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ എത്തിക്കുന്നത്? വിശാലമായ ഹൃദയം വേണ്ടേ നമുക്ക്? ഞാൻ പറയുന്നത് മാത്രം ശരി, മറ്റുള്ളവരൊന്നും ഇസ്ലാമിലല്ല എന്ന തരത്തിൽ പെരുമാറുന്നുണ്ട്, സാങ്കേതികമായ ചില അഭിപ്രായ ഭിന്നതകൾ കാരണമായി. ഇതൊന്നും തസൗഫിനും സൂഫിസവും അംഗീകരിക്കുന്നതല്ല. മശായിഖന്മാർക്ക് ഇതൊന്നും പരിചയമല്ല. ഇവിടെ വളരെ കുടിസായ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. ഒന്ന് തുറന്നു വെച്ചേക്കണം മനസ്സിനെ. എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയണം, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയണം. ശൈഖുനാന്റെ ഉപദേശങ്ങളിൽ പ്രധാനമാണ് അള്ളാഹു സൃഷ്ടിച്ചൊന്നിനും നമ്മളെ കൊണ്ട് ശല്യം ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളുള്ളത് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചൊന്നിനും ശല്യമില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് മൗല പറയാറുണ്ട്. അതിന്റെ അർത്ഥം, ശല്യമില്ല എന്നതിന്റെ അർത്ഥം നാട്ടിലെ ഒരു കള്ളന് ഉറങ്ങാതിരിക്കുന്ന വീട്ടുകാരൻ ശല്യമാകുന്നതിനെ കുറിച്ചല്ല. ഉപദ്രവമില്ല എന്ന് ഉറപ്പുവരുത്തുക, മനുഷ്യത്വത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കൂ. എല്ലാവരെയും, എല്ലാ വസ്തുവിനെയും, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം, എല്ലാവരോടും കരുണ ചെയ്യണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. മനഃശാന്തി വേണോ? മശായിഖ് വേണം. സന്തോഷമുണ്ടാകണോ? മശായിഖ് വേണം. അള്ളാഹുവിനെ കണ്ടെത്തിക്കണോ? ശൈഖിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ലോകം കണ്ട മഹാമനുഷ്യരതാ പഠിപ്പിച്ചത്. ലോകം കണ്ട എന്താ ഞാൻ പറഞ്ഞില്ലേ, ഔസുലാദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എത്ര വലിയ മഹത്വമുള്ള ആളായിരുന്നു. എന്തുമാത്രം അറിവിന്റെ, എന്തെല്ലാം വ്യത്യസ്തമായ അറിവിന്റെ സംഗമമായിരുന്നു ആ വലിയ മനസ്സ്.
പക്ഷേ ശൈഖ് മഖ്സൂമി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആത്മീയ വിദ്യാഭ്യാസം തേടി ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ചെന്നില്ലേ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ ചക്രവർത്തി എന്ന് നിരുപാധികം ലോകം വിളിച്ചവരാണ്. അല്ലാഹു അവിടുത്തെ തർബിയത്തും ദുആയും സാധുക്കളായ നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരൊക്കെയും ആത്മീയ വിദ്യാഭ്യാസം തേടി മഹാന്മാരായ മശായിഖന്മാരുടെ മുമ്പിൽ ചെന്നിട്ടുണ്ട്, അവരെ കൂടെ ഇരുന്നിട്ടുണ്ട്, അവരുമായി സഹവസിച്ചിട്ടുണ്ട്, അവരിൽ നിന്ന് തസ്കിയത്തിന്റെ അറിവിനെ പഠിച്ചിട്ടുണ്ട്. തന്റെ മുസക്കിക്ക് മുൻപിൽ, തന്റെ മുറബിക്ക് മുമ്പിൽ വികാരമേതുമില്ലാത്തവനായി കിടന്നുകൊടുത്തിട്ടുണ്ട്, നിന്നുകൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സൂഫിസതല്ലേ? നമ്മളെ ശരീരത്തിലെ മോശപ്പെട്ട സ്വഭാവങ്ങളെ എടുത്തു നീക്കം ചെയ്യുന്നു, അവിടെ നല്ല സ്വഭാവത്തെ നിറക്കുന്നു. എന്താ അപ്പൊ അത് തുലനം ചെയ്യാനുള്ള മാനദണ്ഡം? ശൈഖുനാ പറഞ്ഞു, ഒരു മുരീദ് വന്നാൽ ഹിജ്റ 300 ഇയാൾ ജീവിക്കുകയാണെങ്കിൽ ഇയാളുടെ സ്വഭാവം എന്താ നോക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന് ശേഷമുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് ശേഷമുള്ളവരാണ്. ആദ്യത്തെ 3 ഖർനിനെ ഖൈറുൽ ഖുറൂൻ എന്ന് ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ഒരു ശൈഖിന്റെ അടുത്ത് ഒരു മുരീദ് വന്നിരിക്കുമ്പോ ശൈഖ് ചിന്തിക്കുക, യഥാർത്ഥ ശൈഖ്, ശരിയായ ശൈഖ് ചിന്തിക്കുക, എന്താണ് ഈ മനുഷ്യൻ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ഗുണം ഉണ്ടാവുക. 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ ഈ മനുഷ്യനിൽ എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളാണ് വന്നുപെട്ടിട്ടുള്ളത്. ഈ സ്വഭാവ ദൂഷ്യങ്ങളെ അയാളിൽ നിന്ന് നീക്കം ചെയ്ത് ഹിജ്റ 3-ാം നൂറ്റാണ്ടുകാരന്റെ എങ്കിലും മനസ്സിൽ ആ മനുഷ്യനെ ആക്കുക എന്ന ജോലിയാണ് മശായിഖന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിന്റെ ആന്തരികാർത്ഥങ്ങളെ കുറിച്ചൊന്നും അറിയാറില്ല. നമ്മളിപ്പോ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ എന്തിനാ കാണാൻ പോലെ? എന്തിനാ? ദ്വാരിപ്പിച്ചാൽ അല്ലെ? അത് നമ്മുടെ ശൈലിയാണ്. നല്ലതാണ് സ്വാലിഹീങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കല്. അവർ ദ്വാരക്കാനും നമ്മൾ ആമീൻ പറയാനും, മൗലാന ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഓൻ പ്രാർത്ഥനാ തൊഴിലാളിയും മറ്റൊരാള് ദ്വാ ചെയ്യിപ്പിക്കണ ആളും. അങ്ങനല്ല, സ്വയം അധ്വാനിച്ചുണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് മശായിഖന്മാർ പറയാറുള്ളത്. നമ്മൾ അവരുടെ ആന്തരിക രഹസ്യങ്ങൾ മനസ്സിലാക്കണം. അവരിൽ നിറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ വലിയനോട് ആരെങ്കിലും എന്റെ വലിയനെ ബുദ്ധിമുട്ടാക്കിയാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫഖദ് അദൻതുഹു ബിൽ മുഹാറബ, ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ കാര്യം. അള്ളാഹുവിന്റെ ആരിഫിനെ വിഷമിപ്പിച്ചാൽ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവാണെന്ന് ആരാ പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ അവരൊക്കെ പഠിപ്പിച്ച വലിയ സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു വൃക്ഷങ്ങളെപ്പോലും നനച്ചിരുന്നു എന്ന് കാണാം. ഖബറിന്റെ മുകളിൽ പൂക്കൾ നട്ട് അതിനിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കും. എന്തിന്? ഖബറിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി ഈ മരം തസ്ബീഹ് ചൊല്ലുമ്പോഴൊക്കെ പ്രതിഫലം കിട്ടുമല്ലോ. എല്ലാ മനുഷ്യരുടെയും വിഷമം ഏറ്റെടുക്കായിരുന്നു. അതുകൊണ്ട് മുൻജിൽ ഖായിഫ്, ഭയപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നവരെന്നത് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരായിരുന്നു. അബലരുടെ കാവൽക്കാരൻ എന്നത് അവിടുത്തെ ഒരു സ്ഥാനപ്പേരായിരുന്നു. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ആരിഫീൻ എന്നറിയപ്പെടുന്നത് പോലെ, ശൈഖ് അഹ്മദുൽ കബീർ എന്നറിയപ്പെടുന്നത് പോലെ മുൻജിൽ ഖായിഫ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഭയപ്പെട്ടവരെ, വിഷമിപ്പിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നവരെന്നാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട പേര്. അപ്പോ ആ വിഷമുള്ളവരുടെ മുമ്പിലുണ്ടാകും, പ്രയാസമുള്ളവരുടെ മുമ്പിലുണ്ടാകും. ചരിത്രത്തിൽ കാണാം, ഒരു നായക്ക് പ്ലേഗ് പിടിച്ചിട്ട് അതിനെ എടുത്തുകൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് അതിന്റെ ശരീരത്തിൽ നിന്ന് മോശമായ പുഴുക്കളെ നീക്കം ചെയ്ത് പച്ചമരുന്നുകൾ തേച്ചുകൊടുത്ത് ഒരാഴ്ച ആ പട്ടിയെ പരിചരിച്ചതിന്റെ മുറിവുണക്കിയെന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയവർ പറയുന്നുണ്ട്.